الحمد لله نحمده ونستعينه ونستغفره ونستهدي به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അർഹമുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതാനും ആഴ്ചകളായി മനുഷ്യരെന്ന നിലക്ക് സാമൂഹിക ജീവിതത്തിൽ പരസ്പരം ലഭിക്കാനും കൊടുക്കാനുമുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളോടും മക്കളോടും ഭാര്യമാരോട് ഇണകളിൽ ഭാര്യമാരോടുള്ള ബാധ്യതകൾ വരെ നമ്മൾ മനസ്സിലാക്കി.
ഭാര്യമാർക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയമായി ഇസ്ലാം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഭാര്യമാരിൽ നിന്ന് ലഭിക്കാനുള്ള ചില ഗൗരവമേറിയ അവകാശങ്ങളും ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റൊരു കുടുംബത്തിൽ നിന്ന് നമ്മിലേക്ക് കടന്നു വന്ന് രണ്ട് ധ്രുവങ്ങളിലുള്ളതിനെ വിളക്കി ചേർത്ത് ഒന്നാക്കി വെച്ച നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാതിയാണ്. ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനോട് ഉള്ള ബാധ്യതകളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ലാ യസ്ലുഹു ലിബശറിൻ അൻ യസ്ജുദ ലിബശർ. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യുക എന്നുള്ളത് നന്നല്ല, അനുവാദമുള്ള കാര്യമല്ല. ഒരാളുടെ മുമ്പിലും തലകുനിക്കുക, സുജൂദ് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യന് അനുവാദമുള്ള കാര്യമല്ല. വലൗ സ്വലഹ ലിബശറിൻ അൻ യസ്ജുദ ലിബശർ. ഇനിയൊരു മനുഷ്യന് ഒരു മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കാൻ സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅ, പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അൻ തസ്ജുദ ലിസൗജിഹാ, അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. ഒരു മനുഷ്യന്, ഒരു ജീവിക്ക്, ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദമില്ലാത്തത് കൊണ്ട് ഞാൻ അത് കൽപ്പിക്കുന്നില്ല. അങ്ങനെ വല്ല അനുവാദവും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പെണ്ണിനോട് തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. മിൻ അൽമി ഹഖ്ഖിഹി അലൈഹാ, അവളിൽ നിന്ന് അവന് ലഭിക്കാനുള്ള അവകാശങ്ങളുടെ മഹത്വം കാരണത്താൽ. അത്രയും വലിയ മഹത്വം ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് നൽകേണ്ടതുണ്ട്, അത്രയും അവകാശങ്ങൾ ഒരു സ്ത്രീ ഭർത്താവിന് നൽകേണ്ടതുണ്ട്. പറ്റുമായിരുന്നുവെങ്കിൽ അവൾ അവന്റെ കാലിന്റെ അടുക്കല് അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ ആശയമായിട്ട് ഫി ഹാദിഹി കുല്ലു ഹസ്സുൽ മർഅ അലാ മുറാഅതി ഹഖ്ഖി സൗജിഹാ അലൈഹാ, ഒരു സ്ത്രീ തന്റെ മേലുള്ള തന്റെ ഭർത്താവിന് കൊടുക്കേണ്ട അവകാശങ്ങളെ പരിഗണിക്കണമെന്നാണ്, അതിന് ഗൗരവത്തിൽ കാണണമെന്നാണ് ഈ ഹദീസിന്റെ ആശയം എന്നുള്ളത്. ആ അവകാശത്തിന്റെ മഹത്വത്തെ അവളെ ബോധ്യപ്പെടുത്തുകയും ആണ്. അവളോട് അവന്റെ വിഷയത്തിൽ കൽപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ അനുസരിക്കുക എന്നുള്ളത് അവൾക്ക് നിർബന്ധമാണ്. മാലം യകുൻ മഅസിയ, കുറ്റകരമല്ലാത്ത, ഭർത്താവ് കൽപ്പിക്കുന്ന കൽപ്പനകൾ തെറ്റല്ലാത്ത, ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളത് അവൾക്ക് വാജിബാണ്, നിർബന്ധമാണ്. ഫഇൻ കാന മഅസിയ, ഇനി തെറ്റാണ് ഭർത്താവ് കൽപ്പിക്കുന്നത് എങ്കിൽ ഫലാ ത്വാഅത, അനുസരണം ഇല്ല. ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി അസ്സ വജല്ല, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു ഖാലിഖിനെയും അനുസരിക്കേണ്ടതില്ല എന്ന യാഥാർത്ഥ്യം കൂടി പണ്ഡിതന്മാര് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് അവര് തെളിവ് കൊടുക്കുന്നത് വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നമത് ത്വാഅ ഫിൽ മഅറൂഫ്, അനുസരണം എന്നുള്ളത് നന്മയിൽ മാത്രമാണ്. ഓൻ പറഞ്ഞതല്ലേ, പുയ്യാപ്പിള പറഞ്ഞതല്ലേ, അല്ലെ ഭാര്യ പറഞ്ഞതല്ലേ, ബാപ്പ പറഞ്ഞതല്ലേ, ഉമ്മ പറഞ്ഞാൽ അല്ലെ ഇന്ന ആള് പറഞ്ഞതല്ലേ എന്നതിന്റെ പേരില് ഒരു തെറ്റ് നമ്മൾ അനുസരിക്കാൻ പാടില്ല. മാന്യമായി ഇസ്ലാം അനുവദിച്ച വിഷയങ്ങളിൽ അവരെ അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നതുകൂടി ഇതിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കുക, നിങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അവർക്ക് സ്വർഗത്തിൽ കയറാൻ കുറേ എളുപ്പമാർഗങ്ങൾ.
സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച എളുപ്പ മാർഗങ്ങള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് അവളുടെ 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചു, വസ്വാമത്ത് ശഹ്റഹ, റമളാനിലെ അവളുടെ നോമ്പ് അവൾ നിർവഹിക്കുകയും ചെയ്താൽ, വഹഫിളത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനത്തെ അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ, വഅതാഅത്ത് സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ. നോക്ക് നിങ്ങൾ, നമസ്കരിച്ചാൽ 5 നേരം നമസ്കരിച്ചു, റമളാനിൽ നോമ്പെടുത്തു, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുകയും ചെയ്താൽ, കൂടെ പറയുന്നു ഭർത്താവിനെ അനുസരിച്ചാൽ, അതാഅത്ത് സൗജഹ, അവൾ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ, ഖീല ലഹ, അവളോട് പറയപ്പെടുമെന്നാണ്. എന്താ പറയാ? ഉദ്ഖുലിയൽ ജന്ന, പെണ്ണേ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ, മിൻ അയ്യി അബ്വാബിൽ ജന്നാ ശിഅ്തി, സ്വർഗത്തിന്റെ നിനക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ നീ കേറിക്കോ. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ, 5 നേരം നിസ്കരിക്കുക, റമളാനിൽ നോമ്പെടുക്കുക, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക, ഇത് ചെയ്താൽ ഈ പെണ്ണിനോട് നീ സ്വർഗത്തിലേക്ക് നിനക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ നീ പ്രവേശിച്ചോ എന്ന് പറയുമെന്ന്. നോക്ക് നിങ്ങള് സഹോദരങ്ങളെ, സഹോദരിമാർക്ക് അള്ളാഹു അവകാശങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കയറാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കി, അത് നമുക്ക് ലഭിക്കാൻ, ഭർത്താക്കന്മാർക്ക് ലഭിക്കാനുള്ള അവകാശങ്ങളിലൂടെയാണ്. അത് അനുസരിച്ചാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമായിട്ട് അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നോക്ക് നിങ്ങൾ, ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് വകവെച്ചു കൊടുക്കേണ്ട സ്ഥാനങ്ങളാണ് അത്. ആ ഭർത്താവ് എന്നുള്ളത് തന്റെ നായകനാണ്, തന്റെ മേൽനോട്ടക്കാരനാണ്. ഞാനല്ല ഭർത്താവിനെ ഭരിക്കേണ്ടത്, ഞാൻ ഭർത്താവും ഭർത്താവ് ഭാര്യയുമല്ല, ഞാൻ ഭാര്യയാണ്, അതെന്റെ ഭർത്താവാണ്, എന്നെ നിയന്ത്രിക്കുന്നവനാണ്. ഭർത്താവിനെ അങ്ങോട്ട് നിയന്ത്രിക്കുകയല്ല, ഭർത്താവിനെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനില് സൂറത്തുൻ നിസാ, സ്ത്രീകളുടെ പേര്, സ്ത്രീകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ വചനം അള്ളാഹു സൂചിപ്പിക്കുകയാണ്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽനോട്ടക്കാരാണ്. ബിമാ ഫളലല്ലാഹു ബഅളഹും അലാ ബഅലിൻ, അവരിൽ ചിലർക്ക് ചിലരെക്കാൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെക്കാൾ മഹത്വം പുരുഷന്മാർക്ക് അള്ളാഹു നൽകിയതിനാൽ, വബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഭാര്യയുടെ ചെലവ് നോക്കേണ്ട ബാധ്യത കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. അത് ഭർത്താവിനുള്ളതാണ്. അവളുടെ ചെലവ് നിന്റെ ബാധ്യതയാണ്. അവളുടെ വായിലേക്ക് നീ ഇട്ടുകൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണത്തിന് പോലും നിനക്ക് പുണ്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ആ രൂപത്തില് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം, ചെലവിന്റെ നഫഖത്തുകള് നമ്മുടെ മേൽ ബാധ്യതയായതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നമുക്ക് മഹത്വം അല്ലാഹു നൽകിയിരിക്കുന്നു. നോക്ക് നിങ്ങൾ, ഈ ആയത്തുകളെയൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തില് വീണ്ടും ആയത്തുകൾ അല്ലേ പണ്ഡിതന്മാര് സൂചിപ്പിക്കുക, റിജാലു ഖവ്വാമൂന അലൻ നിസാ, തഫ്സീർ ഇബ്നു കസീറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താ? പുരുഷന്മാർ അർറജുലു ഖയ്യിമുൻ അലൽ മർഅ, സ്ത്രീയുടെ മേൽ അധികാരമുള്ളവനാണ്. ഐ ഹുവ റഈസുഹ, അവനാണ് അവളുടെ നേതാവ്. കബീറുഹ, അവളെക്കാളും വലിയവൻ അവനാണ്. വൽ ഹാകിമു അലൈഹ വ മുഅദ്ദിബുഹ ഇദാ അഅവജത്, അവള് വഴിതെറ്റി അല്ലെങ്കിൽ വല്ല മാർഗഭ്രംശം വല്ല പ്രയാസം ഉണ്ടായാൽ, വല്ല തെറ്റും പറ്റിയാൽ അവളെ നേരെയാക്കേണ്ടവൻ, അവൾക്ക് വിധി നൽകേണ്ടവൻ, ഒക്കെ അവളെ നിയന്ത്രിക്കുന്നവൻ ഈ പുരുഷനാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുകയാണ്. നോക്ക് നിങ്ങൾ, വീണ്ടും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനം, ആ ആയത്തിലേക്ക് നമ്മൾ പോകുമ്പോ, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ, അവരുടെ മേൽ ബാധ്യതയായതുപോലെ തന്നെ അവർക്കും അവകാശങ്ങളുണ്ട്. എന്ന് പറഞ്ഞാല് ഭാര്യക്ക് അവകാശങ്ങൾ കിട്ടാനുള്ളത് പോലെ തന്നെ ഭർത്താവിന് കൊടുക്കേണ്ട അവകാശങ്ങളുമുണ്ട്. കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന് അവരെക്കാളും ഒരു പടിസ്ഥാനം, ഒരു ദറജ അള്ളാഹു ഏറെ നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു
ബോധ്യപ്പെടുക. നോക്കുക, ഈ വചനങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ഇണക്ക് മറ്റൊരാളുടെ മേൽ അവകാശമുണ്ട്. ഒരു ഇണക്ക് മറ്റൊരാളുടെ മേൽ, ഭർത്താവിന് ഭാര്യയുടെ മേൽ അവകാശമുണ്ട്, ഭാര്യക്ക് ഭർത്താവിന്റെ മേലും അവകാശമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ഒരു പടി മുന്നോട്ട് കയറിയാൽ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കുറച്ചുകൂടി അധികം ലഭിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ റസൂൽ പഠിപ്പിച്ചല്ലോ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളൊക്കെ മേൽനോട്ടക്കാണ്, ഇടയന്മാരാണ്. നിങ്ങളുടെ ആളുകളെ കുറിച്ച്, നിങ്ങളുടെ മേൽനോട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. അത് നമ്മളോടാ പറഞ്ഞത്. നമ്മളൊക്കെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ്, ഭാര്യയുടെ ഉത്തരവാദിത്തമുള്ളവരാണ്, മക്കളുടെ ഉത്തരവാദിത്തമുള്ളവരാണ്, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മൾ കുടുംബനാഥനായിരിക്കുന്നവൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുരുഷനെ സ്ത്രീയുടെ മേൽനോട്ടക്കാരനാക്കി ഒരു സ്ഥാനം സ്ത്രീ പുരുഷനെ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ കാണുന്നുണ്ട് പല കുടുംബങ്ങളിലും സ്ത്രീ പുരുഷനെ അംഗീകരിക്കാതെ, ഭർത്താവിനെ അംഗീകരിക്കാതെ തോന്നിയ രൂപത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കുന്ന, സംസാരിക്കുന്ന, ആ രൂപത്തിൽ പെരുമാറുന്ന ആളുകൾ, സഹോദരന്മാരെ, പരലോകത്ത് ദോഷം ലഭിക്കുന്ന. അപ്പൊ സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടാകും സമൂഹത്തില്. കണ്ടില്ലേ, സ്ത്രീക്ക് സ്ഥാനമൊന്നുമില്ല, പുരുഷനാണ് സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് സമത്വവും സ്ഥാനങ്ങളുടെ ആ ഒരു തുല്യതപ്പെടുത്തലും ഒക്കെയായി നടക്കുന്ന ആളുകൾ, അതിനുവേണ്ടി വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ, സ്ത്രീകൾക്ക് അവരുടെ ഇടങ്ങളിൽ സ്ഥാനങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും സ്ഥാനം സ്ത്രീക്ക് വേണമെന്ന് വാതോരാതെ സംസാരിക്കുന്ന വിഭാഗങ്ങള്, അവരിലേക്ക് നമ്മൾ കടന്നു ചെന്നാലോ അവര് പോലും സ്ത്രീക്ക് ഈ രൂപത്തിലുള്ള അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നില്ല. ഏത് രൂപത്തില്? അവര് പറഞ്ഞ രൂപത്തിലുള്ള. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു പുരുഷൻ തന്നെയാണ് മേൽനോട്ടം വഹിക്കേണ്ടത്, പുരുഷൻ തന്നെയാണ് മേൽനോട്ടം വഹിക്കേണ്ടത്. എന്നാൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൃത്യമായി നൽകുകയും ചെയ്യേണ്ടതുണ്ട്. സാന്ദർഭികമായി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഇണകളിൽ നിന്ന് അവകാശങ്ങൾ ഇങ്ങോട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത് പോലെ തന്നെ അതിലൊരു പടി ഉപരിയായി നമുക്ക് ഇങ്ങോട്ട് പിന്നെ അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നോക്ക്, നിങ്ങൾ ഒരു ഉത്തമയായ ഭാര്യ എന്നുള്ളത്, സഹോദരന്മാര്, ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെന്നാൽ ഒരു കുടുംബത്തിന്റെ തുടക്കം മുതൽ ആ മരണം വരെ ആ കുടുംബത്തില് സമാധാനം ലഭിക്കേണ്ടതാണ്. ആ സമാധാനം നൽകുന്നവളാണ് ഭാര്യ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സൂറത്ത് റൂമില് 21-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു എന്നുള്ളത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഇണകളെ ഉണ്ടാക്കി എന്നത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് സമാധാനം തേടുന്നതിന് വേണ്ടി. സമാധാനം നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് സമാധാനം നൽകേണ്ടവളാണ് നിങ്ങളുടെ ഭാര്യ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ സംസാരം വരും, നമ്മൾ തന്നെ ആകെ പ്രയാസത്തില, നമുക്കാരാ സമാധാനം തരാനുള്ളത്? നോക്ക്, നിങ്ങൾ ഭർത്താവിന് ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതുൽ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. നോക്ക്, നിങ്ങൾ ഉത്തമയായ ഭാര്യയ്ക്ക് ഏറ്റവും നല്ല മാതൃകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ മക്കളെ സമ്മാനിച്ച ഭാര്യ. അവരുടെ മരണം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ തുടക്ക കാലഘട്ടം ഹിറാ ഗുഹയിൽ പോയി അവിടെ ഒറ്റയ്ക്ക് ഭജനമിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകനുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കുടുംബം. അവിടെ നിന്ന് മലാക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നു.
ജിബ്രീല് വഹി നൽകുന്ന സന്ദർഭത്തിൽ പേടിച്ച് വിറച്ച് പനി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് പറയുന്നു, സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി, ആയിഷ എന്നെ ഒന്ന് പുതപ്പിക്കണേ, എന്നെ ഒന്ന് ഖദീജ എന്നെ ഒന്ന് പുതപ്പിക്കണേ, എന്നെ ഒന്ന് പുതപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് പനി പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തില് റസൂല് സംഭവങ്ങൾ വിവരിക്കുമ്പോ ആ ഭാര്യ റസൂലിനോട് പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, പേടിക്കണ്ട, അല്ലാഹ് നിങ്ങളെ ഒരിക്കലും വിട്ടുകളയുകയില്ല കേട്ടോ. നിങ്ങൾ സമാധാനമടഞ്ഞോളൂ. കാരണം നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നവനാണ്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ഏറ്റെടുക്കുന്നവനാണ്, മാന്യമായി സംസാരിക്കുന്നവനാണ്. പ്രവാചകന്റെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, അല്ലാഹ് നിങ്ങളെ കൈവിടുകയില്ല എന്ന് പ്രവാചകനോട് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന ഭാര്യ. അതാണ് ഉത്തമയായ ഒരു ഭാര്യയുടെ ഗുണം. ഒന്ന് ആലോചിച്ച് നോക്കുക സഹോദരിമാരെ, നമ്മളൊക്കെ ഈ രൂപത്തിലാണോ വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനെ ഈ രൂപത്തിലാണോ സ്വീകരിക്കാറുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഈ രൂപത്തിലുള്ള ആശ്വാസത്തിന്റെ വാക്കുകളാണോ? അതല്ല, ആ വീട്ടിലേക്ക് തന്നെ പോകാതിരിക്കാൻ വല്ല മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് തോന്നുന്ന രൂപത്തിലാണോ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട അവകാശങ്ങളിൽപ്പെട്ടതാണ് ആ ഭർത്താവിന് സമാധാനം നൽകുക എന്നുള്ളത്. വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കേണ്ടവരാണ് അവര്. മതി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അവര് പറയുകയാണ്, കുന്തു അതഅറഖുൽ അൽമ വഅന ഹൈലുൻ, ഞാൻ ആർത്തവകാരിയായിരിക്കെ ഒരു എല്ലിന്റെ കഷ്ണം, ഒരു മാംസ കഷ്ണം ഞാൻ എന്റെ വായിലിട്ടുകൊണ്ട് ഇങ്ങനെ ചവക്കും. ഞാൻ ആ ചവച്ച ആ കഷ്ണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കും. ഞാൻ എന്റെ വായിൽ വെച്ച ആ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ വായിലേക്ക് വെക്കും. നോക്കുങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യ വായിലിട്ട് ചവച്ചൊരു കഷ്ണം തന്റെ വായിലിട്ട് ചവക്കുമായിരുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, ഞാൻ പാനീയങ്ങൾ കുടിക്കും, അതങ്ങനെ എന്ത് ചെയ്യും, കൊടുക്കും. ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. ഞാൻ കുടിക്കുന്ന ഭാഗത്ത്, ഞാൻ കുടിച്ച ഭാഗം, ഗ്ലാസിന്റെ ഏത് ഭാഗത്ത് വെച്ചാണോ കുടിച്ചത് ആ ഭാഗത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വായ വെച്ചുകൊണ്ട് കുടിക്കുമായിരുന്നു എന്ന് ഹദീസ്. നോക്ക് നിങ്ങൾ, ആ രൂപത്തിൽ പരസ്പരം സ്നേഹം. എന്നാലോചിച്ചേക്ക്, നമ്മൾ കുടിച്ചതിന്റെ ബാക്കി അവള് കുടിക്കുമോ? നമ്മുടെ ഇണ കുടിക്കുമോ? നമ്മുടെ ഇണ കുടിച്ചതിന്റെ ബാക്കി നമ്മൾ കുടിക്കുമോ? ഈ രൂപത്തിലൊക്കെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത്. ആ രൂപത്തിൽ സ്നേഹത്തോടെ സമാധാനത്തോടെ ഒരു വീട് ആക്കി തീർക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാണ്. നോക്ക് നിങ്ങൾ, നല്ല ഭാര്യയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഭാര്യന്റെ അടുത്തൊരു ഗുണമാണ് എന്താ? റസൂലിനോട് ചോദിക്കുകയാണ്, അയ്യൻ നിസാഇ ഖൈർ, ഏറ്റവും നല്ല പെണ്ണേതാ? ഖാല അല്ലത്തി തസുറുഹു ഇദാ നളറ, ഓളെ കണ്ട നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഓളെ കണ്ട നിനക്ക് സന്തോഷം വരുന്നുണ്ടോ? അവൾ നല്ലവളാണ്. നീ കൽപ്പിച്ചാൽ നിന്നെ അനുസരിക്കുന്നവളാണ് നല്ലവൾ. നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്റെ സമ്പത്തും അവളുടെ ശരീരത്തെയും അവള് ധിക്കരിക്കാത്ത, എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ നിന്റെ സമ്പത്തും അവളുടെ ശരീരവും ചെലവഴിക്കാത്തവൾ. ഒന്നെന്താ പറഞ്ഞ്? ഓളെ കണ്ടാൽ തന്നെ ഒരു ഒരു സന്തോഷം ഉണ്ടാകും. വേറെ ഹദീസ്, ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ, ഏറ്റവും നല്ലവളായ സ്ത്രീ അതൊരു സ്ത്രീയാണ്. ഇദാ നളർത ഇലൈഹാ, നീ അവളിലേക്കൊന്ന് നോക്കിയാൽ സർറത്തുക, അത് നിന്നെ സന്തോഷിപ്പിക്കും. അങ്ങനത്തെ ആണോ നമ്മുടെ വീടുകളിലുള്ളത്?
നമ്മുടെ വീടുകളിലുള്ള ഭാര്യ സഹോദരിമാരെ ചിന്തിക്കുക. നമ്മളെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നീ അവളോട് കൽപ്പിച്ചാൽ നിന്നെ അനുസരിക്കുന്നവരാണ്. ഉണ്ടോ? ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുവാക്ക് പറഞ്ഞുകൊണ്ട്, അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നവളാണോ? അതല്ല, ഭർത്താവിനെ നന്മയുടെ വിഷയത്തിൽ അനുസരിക്കുന്നവളാണോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നീ അവളിൽ നിന്നങ്ങ് മാറിയാൽ നിന്റെ അഭാവത്തിൽ അവളുടെ ശരീരത്തെ നിന്റെ മാർഗത്തിൽ നിനക്ക് വേണ്ടി അവൾ സംരക്ഷിക്കുന്നുണ്ടോ? ഉണ്ടാവുമ്പോ ഒക്കെ നല്ല ഉഷാറാണ്. ഇല്ലാത്ത സന്ദർഭത്തിൽ വേറെ ഏതെങ്കിലും റൂട്ടിലേക്ക് അവള് പോകുന്നുണ്ടോ എങ്കിൽ നല്ലവളല്ല. മാലക്ക, നിന്റെ സമ്പത്തിന്റെ വിഷയത്തിലും അതിന് സംരക്ഷണം നൽകുന്നുണ്ട് എങ്കിൽ, അവളുടെ ശരീരവും നിന്റെ സമ്പത്തും അവൾ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവൾ നല്ലവളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ചിന്തിക്കുക, നമ്മൾ അങ്ങനത്തെവരാകണം. നമ്മുടെ ശരീരവും ഭർത്താവിന്റെ സമ്പത്തും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് റസൂൽ പഠിപ്പിച്ചല്ലോ. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹ, ഭർത്താവിന്റെ വീട്ടിലെ മേൽനോട്ടക്കാരാണ് ഭാര്യ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, റസൂൽ പഠിപ്പിച്ചു ഒരു നല്ല ഭാര്യയുടെ ഗുണമെന്താ? ഒരു ഭാര്യ ഭർത്താവിന് വകവെച്ച് കൊടുക്കേണ്ട അവകാശമാണ് ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. റസൂൽ പഠിപ്പിക്കുന്നു, ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നി. ഭർത്താവ് ഉണ്ടായിരിക്കെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ അവന്റെ അനുവാദമില്ലാതെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് അനുവാദമില്ല. വലാ തഅ്ദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുവാദമില്ലാതെ ഒരാൾക്കും വീട്ടിൽ അനുവാദം കൊടുക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പല ചർച്ചകൾ, ദീർഘമായ ചർച്ചകൾ നടത്തിയ ആളുകളുണ്ട്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരാളെയും, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെയും വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പറ്റും, അവളുടെ മാതാപിതാക്കളെയും അവളുടെ ബന്ധുക്കളെയും അനുവാദമുണ്ട്, പിന്നെ അവന് ഇഷ്ടമില്ലെങ്കിലും പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ പറയുന്നു ഭർത്താവിന് അനുസരിക്കുക എന്ന വിഷയത്തിൽ അവരെ പോലും അകറ്റണം എന്ന്, അല്ലെങ്കിൽ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അതിനെ ഗണ്ണിക്കുന്ന ആളുകള് അവര് പറയുന്നു, ഒരു ഭർത്താവിന് ഭാര്യയുടെ ബന്ധുക്കളെ, മഹ്റമുകളായ ആളുകളെ വീട്ടിൽ നിന്ന് തടയാൻ ഭർത്താവിന് അവകാശമില്ല. കാരണം അത് സിലത്തുർ റഹ്മ്, കുടുംബ ബന്ധം മുറിക്കുന്ന, അത് ബന്ധം ചേർക്കുന്നതിന് എതിരാണ്, ബന്ധം മുറിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ചുരുക്കത്തില്, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭർത്താവിന്റെ അനുവാദമില്ലാതെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് അനുവാദമുള്ള കാര്യമല്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ അവളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതും ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ സൂചിപ്പിച്ച് നമ്മൾ കേട്ടതാണ്, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനില്ലാ, അല്ലാഹുവിന്റെ അമാനത്തായിട്ടാണ് നിങ്ങൾ ആ സ്ത്രീകളെ എടുത്തിട്ടുള്ളത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, അല്ലാഹുവിന്റെ കലിമത്ത് ഉച്ചരിച്ചാണ് നിങ്ങൾ ആ സ്ത്രീകളെ ഹലാലാക്കിയിട്ടുള്ളത്. വലക്കും അലൈഹിന്ന അല്ലാ യുതീന ഫുർശക്കും അഹദൻ തക്റഹൂനഹു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങളുടെ വിരിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവര് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവരത് തടയുക എന്നുള്ളത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവകാശമാണ് എന്നൊക്കെ റസൂല് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ആ രൂപത്തിൽ സൂക്ഷ്മത ജീവിതത്തിൽ സ്ത്രീകൾ പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക്
നിന്നുകൊടുക്കുക എന്നുള്ള ശാരീരിക ആഗ്രഹങ്ങൾക്ക്, ലൈംഗിക ആഗ്രഹങ്ങൾക്ക് നിന്നുകൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒരു പുരുഷന് ലഭിക്കാനുള്ള അവകാശമാണ്. അവരുടെ മുഖ്യസ്ഥാനങ്ങളെ നിങ്ങൾ ഹലാലാക്കിയെടുത്തിട്ടുണ്ട് നിക്കാഹ് എന്ന ആ ഒരു പ്രക്രിയയിലൂടെ. അതിനാരെങ്കിലും തടസ്സം നിന്നാൽ ഉദ്റില്ലാതെ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഹൈള്, അതേ രൂപത്തിൽ രോഗം, നിർബന്ധ നോമ്പ്, ഫർള് നോമ്പുകള്, ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ താല്പര്യങ്ങൾക്ക് സമ്മതിക്കാതിരുന്നാൽ റസൂൽ പഠിപ്പിക്കുന്നത്, ഇദാ ദഅ റജുലുൻ ഇംറതൗ, ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ക്ഷണിച്ചു, ഇലാ ഫിറാശിഹി, തന്റെ വിരിപ്പിലേക്ക്, ഫഅബത് വബാതത് ഗൽബാന അലൈഹ, അവൾ വിസമ്മതിക്കുകയും അവൻ കോപിഷ്ഠനായി രാത്രി കഴിച്ചു കൂട്ടുകയും ചെയ്താൽ, ലഅനത്തുഹൽ മലായിക, മലക്കുകൾ ശപിക്കുമെന്നാണ് അവളെ, ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെ. ഭാര്യ ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ചിട്ട് വന്നിട്ടില്ല എങ്കിൽ മലക്കുകൾ പ്രഭാതം വരെ ആ ഭാര്യയുടെ പേരിൽ ശപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, അതിൽ നിന്ന് കളവുകൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം ലഭിക്കുമെന്ന് മലക്കുകൾ അവന് വേണ്ടി ആ സ്ത്രീക്ക് ശാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതിന് സമയോ കാലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഫൈദാ അബ്സറ അഹദുക്കും ഇംറഅതൻ, നിങ്ങൾ ഒരാൾ ഒരു സ്ത്രീയെ കണ്ടു, അങ്ങനെ ആ മനുഷ്യന് ചില അങ്ങനത്തെ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാവുകയും ചെയ്താൽ, ഫൽയഅതി അഹ്ലഹു, അവന്റെ വീട്ടിലേക്ക് പോകട്ടെ. എന്തിനാ വിവാഹം കഴിച്ചത്? തന്റെ ശാരീരികമായ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനാ. അങ്ങനെ വല്ല ആഗ്രഹങ്ങളും ഉണ്ടായാൽ, അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടു, അവന് ലൈംഗികമായ ചിന്തകൾ വന്നാൽ, അവൻ ഫൽയഅതി അഹ്ലഹു, തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് അവൻ പോട്ടെ. ഫഇന്ന ദാലിക യറുദ്ദു മാ ഫീ നഫ്സിഹി, അവന്റെ മനസ്സിലുള്ളതിനെ എല്ലാം അത് തട്ടിമാറ്റുന്നതാണ്. അങ്ങനെ ചിന്ത വന്നാൽ വേഗം ഭാര്യയുടെ അടുക്കലേക്ക് പോവുക, വ്യഭിചാരത്തിലേക്ക് പോകാതെ ആ ഒരു നോട്ടം, പിന്നൊരു വേറെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറി തിന്മയിലേക്ക് പോകാതെ തന്റെ ഭാര്യയിലേക്ക് പോയി അത് അവസാനിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ നോമ്പെടുക്കാൻ പോലും, സുന്നത്തായ നോമ്പുകൾ പോലും അനുവാദമില്ലാതെ എടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂൽ പഠിപ്പിക്കുക, നോമ്പെടുത്താലുള്ള കൂലി, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹുഹു അനിന്നാരി 70 ഖരീഫ, ഒരാള് അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ 70,000 ഖരീഫ്, 70 ഖരീഫ് ദൂരം അവന്റെ മുഖത്തെ അല്ലെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റുമെന്നാണ്. 70 ഖരീഫ, അത്രയും ദൂരത്തേക്ക് അവനെ അകറ്റും നരകത്തിൽ നിന്ന്. അത്രയും പുണ്യമുള്ള ഒരു കാര്യമാണ് നോമ്പ് എന്നുള്ളത്. എന്നാൽ റസൂൽ പഠിപ്പിക്കുന്നു, ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തുസൂമ വസൗജുഹാ ഷാഹിദൻ, തന്റെ ഭർത്താവ് ഉണ്ടായിരിക്കെ, ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഒരു സ്ത്രീക്ക് നോമ്പെടുക്കാൻ പാടില്ല, ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുവാദമില്ലാതെ. വലാ തഇദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി, അവന്റെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ ഒരാൾക്കും പ്രവേശനം കൊടുക്കാനും പാടില്ല. നോക്കൂ നിങ്ങൾ, അപ്പൊ ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ സുന്നത്ത് നോമ്പെടുക്കുന്ന സ്ത്രീകൾ അനുവാദം ചോദിച്ചിട്ടാണ് അത് നിർവഹിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അത്രയും ഗൗരവം ഈ വിഷയത്തിൽ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ ഈ സ്ത്രീക്ക് പുരുഷന്മാരോട് ഉണ്ട്. അതൊക്കെ നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സ്ഥാനം വകവെച്ച് കൊടുത്തുകൊണ്ട് അവന്റെ സമ്പത്തിന്റെയും അവളുടെ ശരീരത്തിന്റെയും സംരക്ഷണം അവൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ ഇണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരസ്പരം ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ കൃത്യമായി അത് നിർവഹിക്കുന്നത്, വകവെച്ച് കൊടുക്കുന്നതിലൂടെ നമുക്ക് പരലോകത്ത് പുണ്യമാണ് ലഭിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇരിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അന വാഫിദത്തുൻ നിസാഇ ഇലൈക, ഞാൻ സ്ത്രീ സംഘത്തിൽ നിന്ന് സ്ത്രീകളുടെ പ്രതിനിധിയായി നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, റബ്ബുർ റിജാലി വ റബ്ബുൻ നിസാഇ അല്ലാഹു അസ്സ വജല്ല, റസൂലേ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ റബ്ബ് അള്ളയാണല്ലോ. വ ആദമു അബുർ റിജാലി വ അബുൻ നിസാ, ആദം എന്നുള്ളത് ആണിന്റെയും പെണ്ണിന്റെയും പിതാവാണ്. വഹവ്വാഉ ഉമ്മുർ റിജാലി വ ഉമ്മുൻ നിസാ, ആ ഉമ്മ ഹവ്വയാണല്ലോ, ആണിന്റെയും പെണ്ണിന്റെയും. വബഅസക അസ്സ വജല്ല ഇലാ റിജാലി വൻ നിസാ, അല്ലാഹു നിങ്ങളെ ആണുങ്ങളിലേക്കും പെണ്ണുങ്ങളിലേക്കുമാണല്ലോ അയച്ചിട്ടുള്ളത്. ഫർറജുലു ഇദാ ഖറജു ഫീ സബീലില്ലാഹ്, എന്നിട്ട് അവർ വിഷയത്തിലേക്ക് കയറും. പുരുഷന്മാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പുറപ്പെട്ടു പോയാൽ ഫഖുതിലൂ, അങ്ങനെ അവർ കൊല്ലപ്പെടുകയും ചെയ്താൽ ഫഹും അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, പുരുഷന്മാർ ജിഹാദിന് വേണ്ടി, റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പുറപ്പെട്ട് അവരതിലങ്ങ് ഷഹീദായി പോയാൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ അടുക്കല് ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവർ വിഭവങ്ങൾ നൽകുന്നതാണ്. വഇദാ ഖറജു ഫലഹും മിനൽ അജ്രി മാ ഖദ് അലിംത, നിങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞ രൂപത്തിലുള്ള പ്രതിഫലം അവർക്കുണ്ട് റസൂലേ. വനഹ്നു, ഞങ്ങളാണെങ്കിൽ നഖ്ദുഹും, ഞങ്ങൾ അവർക്ക് സേവനം ചെയ്യുന്ന, ഈ പുരുഷന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങള്. വനഹ്ബിസു അൻഫുസനാ അലൈഹിം, അവരുടെ വിഷയത്തിൽ ഞങ്ങളുടെ ശരീരങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ഫമാദാ ലനാ മിനൽ അജ്ർ, പുരുഷന്മാർ യുദ്ധത്തിന് പോയിട്ട് ഷഹീദായി സ്വർഗം നേടും, അള്ളാന്റെ അടുക്കല് ജീവിച്ചിരിക്കുന്നവരായി അവർക്ക് അള്ളാഹു വിഭവങ്ങൾ നൽകി സംരക്ഷിക്കുന്നുണ്ട് റസൂലേ. ഈ പുരുഷന്മാർക്ക് വിഭവങ്ങൾ നൽകി, ഭക്ഷണങ്ങൾ ഒരുക്കി, അവരുടെ വിഷയത്തിൽ ശരീരങ്ങളെ സംരക്ഷിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമുണ്ട് റസൂലേ എന്ന് വന്നുകൊണ്ട് ഈ സഹോദരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂല് കൊടുക്കുന്ന മറുപടി, സഹോദരിമാരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന മറുപടി എന്താ അറിയോ? ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇഖ്റഈ അൻ-നിസാ മിന്നി അസ്സലാം, നീ സ്ത്രീകളുടെ നേതാത്തിയായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് വന്നതാണല്ലോ, ആ സ്ത്രീകൾക്ക് എന്റെ സലാം നീ അറിയിക്കണേ. വഖൂലി ലഹുന്ന, അവരോട് നീ പറയണേ, ഇന്ന ത്വാഅത സൗജി, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് തഅദിലുമാ ഹുനാലിക, ഈ വിഷയത്തിനൊക്കെ പകരമാണ്. എന്താ പറഞ്ഞത്? ഒരു ഭാര്യ, ഒരു സ്ത്രീ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് ജിഹാദിന് പോകുന്നതിനേക്കാളും പുണ്യമുള്ളതാണ് എന്ന് റസൂല് പഠിപ്പിക്കുക. എന്നിട്ട് പറയാ, വഖലീലും മിൻകുന്ന തഫ്അലൂൻ, നിങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ അത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ അത് ചെയ്യണുള്ളൂ. സ്വർഗത്ത് കയറാനേ, ആ യുദ്ധത്തിൽ ഷഹീദായ ആളുകളുടെ ദറജ കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന പണിയാ ഈ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് റസൂല് പഠിപ്പിക്കുക. യാ മാഇശറൻ നിസാ ഇന്നി ലറഅയ്തുകുന്ന അക്തറ അഹ്ലിന്നാർ, നിങ്ങളാണ് നരകത്തിൽ കൂടുതലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സഹാബ വനിതകൾ ചോദിച്ചു, എന്തേ റസൂലേ കാരണം? റസൂല് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നു. വതക്ഫുർനൽ അശീറ,
കുടുംബ ബന്ധത്തെ, ഭർത്താവിന്റെ ആ സേവനങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ നരകത്തിൽ പോകാൻ ഈ ഭർത്താവിനെ ധിക്കരിക്കുക, ഭർത്താവിന് അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത് കാരണമാവുകയും ആ ഭർത്താവിനെ കൃത്യമായി അംഗീകരിച്ചു അനുസരിച്ച് ജീവിക്കുന്നത് സ്വർഗപ്രവേശനത്തിനും കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗ നരകങ്ങളെ ഈ ബന്ധങ്ങൾ നിർണയിക്കുമെങ്കിൽ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നേടുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, സ്വർഗം നേടുന്ന സഹോദരിമാരായി ഞങ്ങളെ സഹോദരിമാരെ നീ മാറ്റി തീർക്കണേ റഹ്മാനെ. അവരുടെ അബദ്ധങ്ങൾ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഇണകളായി ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ കൂട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. റഹ്മുറാഹിമായ നാഥ, ഞങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളെയും, നമസ്കാരം, നോമ്പ്, മറ്റു സക്കാത്ത്, ദാനധർമ്മങ്ങളെല്ലാം ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ റഹ്മാനെ. രോഗികളായി പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ നാഥ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക്, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, വേണ്ടപ്പെട്ട ആളുകൾക്ക് പരലോകം നീ ഖൈറാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ പാപങ്ങളെ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. വലിയ കടം വന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. കഠിനമായ പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് ആദർശം നഷ്ടപ്പെട്ടു പോകുന്ന ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ നാഥ, പരലോകത്ത് സ്വർഗം നേടുന്ന മുത്തഖീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹുകളുടെ, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. ലോകത്ത് മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് നാഥ, അവർക്കും ഞങ്ങൾക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പീഡനങ്ങളും പ്രയാസങ്ങളും പരലോകത്തേക്ക് ഖൈറാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.